എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഈ ഒരു വർഷക്കാലത്തെ മൂലം നക്ഷത്രക്കാരുടെ ഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള Fool energy, Queen of Cups, Six of Pentacles, Tower moment, Knight of Pentacles, Queen of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഫുൾ കാർഡ് ആൻഡ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി അതായത് പല മാറ്റങ്ങളും കൊണ്ടുവരുന്ന സമയമാണ്. ഒന്ന്, നിങ്ങൾ ഈ ഒരു ആത്മവിശ്വാസക്കുറവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തിടയ്ക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഈ പൊതുവേ നിങ്ങളിലുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് മാറ്റി നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. അതായത് മറ്റുള്ളവരെയോ മറ്റെന്തിനെങ്കിലും വിശ്വസിക്കുന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ തീരുമാനങ്ങൾ ദൃഢനിശ്ചയമെടുത്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. പൊതുവിൽ നിങ്ങൾ എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുത്ത് ആക്ഷൻ എടുക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുത്ത് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകണം ജീവിതത്തിൽ എന്നുള്ളൊരു ചിന്തയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത് തിരിച്ചറിയുന്നൊരു സമയമാണ്. നിങ്ങൾ പലപ്പോഴും എൻ്റെ ജീവിത സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അത് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ആത്മവിശ്വാസക്കുറവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതൊന്നൊരു മാറ്റം ഉണ്ടാകുന്നുണ്ട്. ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സാഹചര്യം, കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഔദ്യോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒത്തിരി ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിങ്ങളായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇപ്പോൾ പൊതുവേ നിങ്ങൾ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റോ കാര്യങ്ങളൊക്കെ പൊതുവേ നിങ്ങളായിട്ട് ചെന്നിട്ട് ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതല്ല എനിക്ക് ഈ ഒരു ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങളെത്തുന്നൊരു സമയം കൂടിയിട്ടാണിതെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലിയിൽ തൃപ്തരല്ല എങ്കിൽ എന്നാലും നിങ്ങളതിൽ തുടരുന്നു. കുറച്ച് നാളായിട്ട് നിങ്ങളതിൽ തൃപ്തിയില്ല, പക്ഷെ എന്നാലും നിങ്ങളതിൽ തുടരുന്നു. കാരണം ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ സാധ്യതകളില്ല അതിനെന്നുള്ളൊരു ചിന്തയാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഓൾറെഡി തന്നെ ജോലി രാജിവെക്കുന്നുണ്ട്, റിസൈൻ ചെയ്യുന്നുണ്ട്, പുതിയ ജോലിക്ക് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്, നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ഒത്തിരി നാളായിട്ട് എന്നെക്കൊണ്ട് പറ്റില്ല എന്ന ചിന്തയിൽ നിന്ന് മാറുന്നുണ്ട്. അപ്പോൾ പുതിയ ജോലിക്ക് ശ്രമിച്ച് പുതിയ ജോലിയിലേക്ക് കയറിയിട്ട് എന്നുള്ള വെയിറ്റിംഗ് അല്ലാതെ നിങ്ങൾ ആദ്യമേ തന്നെ റിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് പറയുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് കൂടി ചിന്തിക്കുക. അതായത് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ളൊരു ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അതായത് ഒരു 3-4 മാസം ജോലി ഇല്ല എങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് പോകുക. അല്ലാത്ത പക്ഷം നിങ്ങൾ നോക്കിയും കണ്ടും ചെയ്യാമെന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ എന്നിരുന്നാലും ഒരു ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് ഇനി ഇതല്ല എൻ്റെ പാത, ഇതല്ല എൻ്റെ ഔദ്യോഗിക കരിയർ പാത്ത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ പല കാര്യങ്ങളും വ്യക്തത വരുന്നുണ്ട്. ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ കരിയറിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചില കൊളീഗ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവർ നിങ്ങൾക്കെതിരായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ, നിങ്ങൾ ചില തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില വ്യക്തിത്വങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. കാരണം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് വന്നിട്ട് ആരെങ്കിലും ഇന്ന വ്യക്തി നിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് കേട്ടു കണ്ടു എന്നൊക്കെ വന്ന് പറയുന്നവരുണ്ടാവാം. അപ്പോൾ ആ പറയുന്ന വ്യക്തികൾ പറയുമ്പോൾ ഒരാളിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും. എന്നിട്ട് ആ വ്യക്തി ആ രീതിയിൽ കാണാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലേക്ക് പോകുന്നതിന് മുമ്പ് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൂടി
നല്ലതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പലരും ചിലപ്പോൾ ആ വ്യക്തിക്ക് മറ്റു വ്യക്തിയോട് നിങ്ങൾ സഹകരിക്കുന്ന അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാവാം. എന്തായാലും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങളൊന്ന് കാര്യം വ്യക്തമായിട്ട് അന്വേഷിച്ചതിന് ശേഷം തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ, അതായത് അവരിൽ നിന്ന് മാറി നിൽക്കാനോ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ തീരുമാനിക്കുക. ഓക്കെ, ക്യൂൻ ഓഫ് കപ്സിൻ്റെ ടവർ മൊമെൻ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടായിരിക്കും നിങ്ങൾ ആ ബന്ധത്തിൽ നിൽക്കുന്നത്. അതിപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ ഈവൻ അയൽവാസികൾ, അതുപോലെ നല്ല ഒരു അയൽവാസികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു വ്യക്തി അതിനെ അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് കാണുന്നുണ്ടാവില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തി ഏത് രീതിയിലാണ് കാണുന്നത് എന്നുള്ളത് എൻ്റെ അപ്പുറത്തേക്ക് ആ വ്യക്തി നിങ്ങളെ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളത് കൂടി ശ്രദ്ധിക്കുക. സിറ്റുവേഷൻസ് വരികയും ആ വ്യക്തി നിങ്ങളോട് ഒരു തരത്തിലും അതായത് നിങ്ങളോട് മറ്റൊരാൾ പറയുന്നതല്ല, മറിച്ച് നിങ്ങൾ നേരിട്ട് കേൾക്കുന്നത് ആ സിറ്റുവേഷൻ ആകുക. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയും അങ്ങനെ ഒരു ആത്മാർത്ഥ ഇല്ലായ്മ അറിയുകയും ചെയ്താൽ എന്ന് വെച്ചിട്ട് ആ വ്യക്തിയോട് സംസാരിക്കാണ്ടിരിക്കണം എന്നുള്ളതല്ല. പക്ഷേ നിങ്ങളുടെ പ്ലാൻസ്, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വേറെ പുറത്ത് നിങ്ങൾക്ക് വലിയ പരിചയമില്ലാത്ത ആളുകളോട് നിങ്ങൾ എന്തൊക്കെ പറയുമോ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം ആ വ്യക്തിയോട് ഷെയർ ചെയ്യുക. വളരെ ആ ഒരു രീതിയിൽ സിറ്റുവേഷൻസ് അകറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഇവിടെ പിന്നെ പറയാനുള്ളത് പേഴ്സണൽ ലൈഫിൽ പറയാം, വീട് സംബന്ധിച്ചിട്ട് എന്തൊക്കെയോ ചെറിയ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളുണ്ട്. നിങ്ങൾ കുറച്ച് നാളായിട്ട് അത് മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് അത് മാറ്റി വെച്ചതിനേക്കാൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാര്യം അധികം അങ്ങ് നീട്ടി വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ വേണ്ട പിന്നെ മാറ്റി വയ്ക്കുന്നത് അത്ര നല്ലതല്ല. വലിയ രീതിയിലേക്ക് പോകാതെ ഇപ്പോഴേ തന്നെ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ക്യൂൻ ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ പ്രാധാന്യം നൽകുന്നത്, കരിയറിൽ പ്രത്യേകിച്ച് കരിയറും പേഴ്സണൽ ലൈഫും ഒരുപോലെ കൊണ്ടുപോകുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കരിയറിൽ കൂടുതൽ ഊന്നുമ്പോൾ അപ്പോൾ ഓരോരുത്തർ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുക. കാരണം ഇവിടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കല്ല. ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വീട്ടിൽ സഹായിക്കാൻ ഒരു ക്ലീനിങ് ലേഡി അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സഹായിക്കാൻ ഒരു വ്യക്തിയെ വയ്ക്കുക എന്നുള്ളതും അല്ലെങ്കിൽ കുക്കിങ്ങിന് ഒരാളെ വയ്ക്കുക എന്നുള്ളതും അത് മറ്റൊരാൾ ഞാനിതെല്ലാം തന്നെ മാനേജ് ചെയ്യുന്നു, ഇതിനൊരാളുടെ ആവശ്യമുണ്ടോ, വെറുതെ കാശ് കളയണോ എന്നൊക്കെ നിങ്ങളുടെ സുഹൃത്തോ അല്ലെങ്കിൽ കൊളീഗോ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കതിന് മാനേജ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു അപകർഷത ബോധമോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പറ്റുന്നില്ല അവർക്കതെല്ലാം പറ്റുന്നു എന്നൊരു ചിന്തയുടെ ആവശ്യമില്ല. നിങ്ങൾക്ക് ലൈഫ് ഒന്ന് റിലാക്സ് ചെയ്തൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു ആളെ ആക്കാം. അപ്പോൾ ചില ആളുകൾ അവർക്ക് അവസ്ഥ ഇതിനുണ്ടാവില്ല. അവസ്ഥ ഉണ്ടാവാതിരിക്കുമ്പോൾ ചെറിയൊരു രീതിയിലൊക്കെ കുശുമ്പുണ്ടാവും. മറ്റുള്ളവർ ഇത് ചെയ്യുമ്പോൾ അവരെ താഴ്ത്തിക്കെട്ടുന്ന ഒരു രീതിയാവാം. ചില ആളുകൾ പൊതുവേ താഴ്ത്തിക്കെട്ടുന്നതോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പ്രൗഡ് ഫീലിംഗ് ആവാം, അല്ലെങ്കിൽ അവർക്ക് തോന്നുന്നുണ്ടാവും ഇത് അങ്ങനെ വേണ്ട എന്നുള്ളത്. പക്ഷെ ഒരിക്കലും മറ്റൊരാളുടെ ലൈഫും നിങ്ങളുടെ ലൈഫും ഒരുപോലെയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ജീവിക്കുക, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ മാനേജ് ചെയ്യുക. പക്ഷെ ചെയ്യാൻ പറ്റാത്ത ഒരാൾ വേറെ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറയാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ 6 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന സമയം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടാവില്ല, ചില ഹോബീസ് അതൊക്കെ, പക്ഷേ സാമ്പത്തിക സ്ഥിതി അനുവദിച്ചിട്ടില്ലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിലേക്കാണ് പോകുന്നത്. പല രീതിയിൽ സമ്പത്ത് കയ്യിലേക്ക് വരും. ഇപ്പോൾ കരിയറായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന നല്ല രീതിയിലാവാം. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടാതെ എന്തെങ്കിലും മറ്റു തലത്തിൽ സിറ്റുവേഷൻസ് ഉണ്ടാവാം. അപ്പോൾ പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളെ അതായത് നിങ്ങളെ ഏത് തരത്തിലാണോ ജീവിതം ബാധിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയമാണ്. അത് പ്രത്യേകിച്ച് ഫിനാൻസ് ഓറിയൻറ്റഡ്, അതായത് മാറ്റങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചിലവാക്കുന്നത്, സേവ് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത് എല്ലാം പ്രോപ്പറായിട്ട് നിങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സമയമാണ്. പ്രായമായിട്ടുള്ളവരെയും വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മനസ്സമാധാനം സ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്.
നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മാറ്റങ്ങളുണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എന്തെങ്കിലും സജ്ജീകരണങ്ങൾ, മാറ്റങ്ങൾ നിങ്ങളുടെ മുറികളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷവും കാര്യങ്ങളും, മക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ തൃപ്തിയും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.